തിരുവചനം, ജീവൻ നൽകിയ വചനം, ജീവന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ജീവന്റെ വചന ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ദിനങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 1000 പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ എന്ന വാക്യം എല്ലാ ക്രിസ്മസിനും നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. ഈ ഒരു ക്രിസ്മസിനെങ്കിലും ഈശോ എൻ്റെ ഹൃദയത്തിൽ പിറക്കാൻ വിശുദ്ധിയോടെ ഈ ക്രിസ്മസ് ഒന്ന് ആഘോഷിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യേശുവിൻ്റെ മേൽ പറന്നിറങ്ങിയ ആത്മാവേ ഞങ്ങളുടെ മേലും നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പാടാം. യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയതോൽ വരദാനങ്ങളുമായി ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി, മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി, വിശ്വാസത്തിലുറക്കാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ആവർത്തിച്ചു പാടാം. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പ്രാർത്ഥിച്ച പരിശുദ്ധമ്മയുടെ മേൽ നിറഞ്ഞ ആത്മാവേ, സ്നേഹന്മാരുടെ മേൽ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളുടെ മേലും പറന്നിറങ്ങണമേ എന്ന് ആഗ്രഹിക്കാം. ഈ ക്രിസ്മസിനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധിയുള്ളൊരു ഹൃദയത്താൽ കൂടുതൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു പാടാം. ശാല തന്നിൽ ദൈവമെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ ദൈവമെന്നതുപോൽ പാവന സ്നേഹവുമായി ആഗതനാകണമേ. സഹനം നിറയും ധരയിൽ
ധീരതയോടെ ചരിക്കാൻ അഗ്നിയ സ്നാനം ചെയ്യാൻ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പാർക്കുമോ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദ പ്രമാണത്തിലടങ്ങിയിരിക്കുന്ന ആത്മീയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. 142 സങ്കീർത്തനം. ഞാൻ യഹോവയോട് ഉറക്കെ നിലവിളിക്കുന്നു, ഞാൻ ഉച്ചത്തിൽ യഹോവയോട് യാചിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. ഞാൻ വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ. ശരണം എനിക്ക് പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. യഹോവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എൻ്റെ സങ്കേതവും ജീവനുള്ളവരുടെ ദേശത്ത് എൻ്റെ ഓഹരിയാവുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടി ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരങ്ങളെ, സെൻറ്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വചന ശുശ്രൂഷ ജീവൻ്റെ വചനം എന്നതായ ഓൺലൈൻ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ച് ദൈവദർശനയിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവാനും ദയാലുവുമായിരിക്കുന്ന ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ചായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സംസാരിക്കപ്പെടുന്ന വചനം നിൻ്റേതായിരിക്കണം. കേൾക്കുന്ന ഈ വിശ്വാസികളും കർത്താവ് വചന ശുശ്രൂഷിക്കുന്നവർ ഒരുപോലെ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപയായിരിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരീ സഹോദരങ്ങളെ, സെൻറ്റ് ജോൺസ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആരംഭം മുതൽ അനുഗ്രഹിച്ച് ഇതിനാവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങളും ഉപദേശവും ഒക്കെ തന്ന് ഇതിനെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ച പരിശുദ്ധ ശ്രേഷ്ഠ തോമസ് പ്രഥമൻ തിരുമനസ്സുകൊണ്ട് ദൈവതിരുസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിട്ടുള്ളതായ ആ വേദനയിലും സങ്കടത്തിലുമൊക്കെ സഭയായിരിക്കുമ്പോൾ സഭയോടും സമൂഹത്തോടും ചേർന്ന് സെൻറ്റ് ജോൺസ് മിഷനും ആ ദുഃഖത്തിലും വേദനയിലും ഒക്കെ പങ്കുചേരുകയാണ്. സെൻറ്റ് ജോൺസ് മിഷൻ അതിൻ്റെ ആരംഭകാലം മുതൽ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്നതായ ജോണി ബ്രദർ മുഖാന്തരം ജീവകാരുണ്യ പ്രവർത്തനവും കർത്തൃവചന ശുശ്രൂഷയും നിർവഹിക്കപ്പെടുവാനുമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ചുമതലപ്പെടുത്തി അനുഗ്രഹിച്ച് കൈവച്ച ശുശ്രൂഷയൊക്കെ നിർവഹിക്കാൻ തക്കവണ്ണം അനുഗ്രഹിച്ച ശ്രേഷ്ഠ ബാബ തിരുമനസ്സുകൊണ്ടാണ്. അന്നു മുതൽ ഇന്ന് വരെയും ശ്രേഷ്ഠ ബാബ തിരുമനസ്സിൻ്റെ അനുഗ്രഹവും കരുതലും ഉപദേശവുമൊക്കെ സെൻറ്റ് ജോൺസ് മിഷൻ ട്രസ്റ്റിനെ ഇത്രത്തോളം വളർത്തി എന്നുള്ളത് ദൈവദർശനത്തിൽ നന്ദിയോടെ ഓർക്കുമ്പോൾ ബാബായുടെ വേർപാട് ദുഃഖവും വേദനയും നിറഞ്ഞതാണ്. സെൻറ്റ് ജോൺസ് മിഷനെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ ബാബായുടെ സാന്നിധ്യവും സാമീപ്യവും അനുഗ്രഹവും ഉപദേശങ്ങളുമൊക്കെ ഇത്രത്തോളം ഈ പ്രസ്ഥാനം വളരുവാനിടയായി തീർന്നിട്ടുണ്ട് എന്ന് ഓർക്കുമ്പോൾ ബാബയോട് എന്നും
മിഷൻ കടപ്പെട്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ബാബയുടെ തൃപ്പാദത്തെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം വീണ്ടും വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ ഭവനത്തിൽ തൻ്റെ മാലാഖമാരോടൊപ്പം ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ശ്രേഷ്ഠബാബ തിരുമനസ്സുകൊണ്ട് ദൈവം വിളിച്ചു ചേർത്തിരിക്കുന്നതിനാൽ നാം അതിൽ ഒത്തിരി സന്തോഷിക്കേണ്ടതാണ്. കാരണം ജീവിച്ചിരുന്ന ശ്രേഷ്ഠബാബയേക്കാൾ ശക്തനാണ് കാലം ചെയ്ത ശ്രേഷ്ഠബാബ തിരുമേനി എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. ബാബ തിരുമനസ്സുകൊണ്ട് ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടിയൊക്കെ മാധ്യസ്ഥം വഹിക്കുകയും നമ്മുടെ കുറവുകളിലും ബലഹീനതയിലുമൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും നമുക്ക് അനുഗ്രഹവും ശക്തിയും ബലവുമൊക്കെ സ്വർഗീയ ശ്രീഭണ്ഡാരിൽ നിന്ന് പകർന്നു തരുവാൻ തക്കവണ്ണം നമ്മുടെ ശ്രേഷ്ഠബാബ തിരുമനസ്സുകൊണ്ട് ആ ദൈവതിരുസന്നിധിയിലുണ്ട് എന്നുള്ളതായ പൂർണ്ണമായ ബോധ്യം നമ്മയൊക്കെ ശക്തിപ്പെടുത്തുന്നതാണ്. ശ്രേഷ്ഠബാബ തിരുമനസ്സിൻ്റെ കൂടെ നടക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്ത നാളുകൾ ഒത്തിരി അനുഗ്രഹമായി അനുഭവമായിരുന്നു എന്നുള്ളത് വ്യക്തിപരമായി ഓർക്കുകയും ചെയ്യുമ്പോൾ ശ്രേഷ്ഠബാബ തിരുമനസ്സിൻ്റെ തൃപാദത്തെങ്കിൽ വിനയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ യാചിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹീതരായവരെ, ഈ നൂറ്റാണ്ടിൽ പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവം കൂടെ നടക്കുകയും ചെയ്തതായ ശ്രേഷ്ഠപിതാവാണ് 50 വർഷത്തിലധികമായി പരിശുദ്ധ സഭയെ നയിച്ചനുഗ്രഹിച്ചത് എന്നോർക്കുമ്പോൾ നാമൊക്കെ അതിൽ ആത്മീയ അഭിമാനം കൊള്ളുന്നവരാണ്. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സെൻറ്റ് ജോൺസ് മിഷൻ്റെ പ്രവർത്തനത്തിൽ ചെറുതും വലുതുമായി പങ്കുചേരുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ കരുതുകയും സ്നേഹിക്കുകയും ഇതിൽ പങ്കുചേരുകയും ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതരായവരെ, താമസിച്ചുള്ള ധ്യാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വെള്ളിയാഴ്ച ദിവസങ്ങളിലുള്ളതായ ഉച്ചവരെയുള്ള ദാനങ്ങളുമൊക്കെയായി നമ്മുടെ മിഷൻ അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്നത് ഓർക്കുകയും ഒത്തിരി ശുശ്രൂഷകൾ, പാലിയേറ്റീവ് ശുശ്രൂഷ, തെരുവുകളിലൂടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക, ആശുപത്രികളിൽ ഭക്ഷണം കൊടുക്കുക, അതോടൊപ്പം തന്നെ ഒത്തിരി പേരെ ഭവനരഹിതരായവരെ നിവൃത്തിയില്ലാത്തവർ സഹായിക്കുക, ചികിത്സ സഹായം ചെയ്യുക, അതോടൊപ്പം വിവാഹം നടത്താനായിട്ട് നിവൃത്തിയില്ലാത്ത പാവങ്ങളായിരിക്കുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കഴിവുപോലെ സഹായിക്കുകയും ഒക്കെ ചെയ്ത് ആ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുകയും ആരും ഏതുമില്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി ഒരു ചിൽഡ്രൻസ് ഹോം പ്രവർത്തിക്കുകയും ചെയ്യുന്നതൊക്കെയും ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും പരിശുദ്ധ സഭയുടെ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ ശ്രേഷ്ഠബാബ തിരുമനസ്സിൻ്റെ കരുതലും സ്നേഹവുമൊക്കെയാണ് ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹകരമാക്കി തീർത്തിട്ടുള്ളത് എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, വേദനയോടെ കഴിഞ്ഞ ദിവസം നാം നേരിടേണ്ടി വന്നത് ഈ മിഷൻ്റെ ഡയറക്ടറും ഇതിൻ്റെ സ്ഥാപകനുമായിരിക്കുന്നതായ ജോണി തോളേലി ബ്രദറിൻ്റെ ഭാര്യ കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി എന്നുള്ളതാണ്. പരേതയുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നതായ ജോണി ബ്രദറിനോടും കുടുംബത്തോടുമുള്ളതായ വേദനയിൽ പങ്കുചേർന്ന് അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൻ്റെ നാളുകളിലേക്ക് നാം ഓരോരുത്തരും വീണ്ടും അടുത്ത് വരികയാണ്. ജനന പെരുന്നാൾ ആഘോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരനുഭവത്തോടെ നാമൊക്കെ ഈ ശുശ്രൂഷകൾ നിറവേറ്റിക്കൊണ്ട് ക്രിസ്മസിനോട് അടുത്തു വരുന്ന ഈ ദിവസങ്ങളിൽ അതോട് പങ്കുചേർന്ന് ഒന്നിരുടെ ചിന്തകൾ നമുക്ക് ദൈവദർശനം സമർപ്പിച്ചുകൊണ്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായവരെ, പുതിയ സന്ദേശമെന്നല്ല, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയപ്പോൾ നാമൊക്കെയും നമ്മോട് കാണിച്ച ദൈവിക സ്നേഹത്തിന് എത്രമാത്രം കരുതലുള്ളവരും ആ സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി നാം എത്രമാത്രം ചെലവഴിക്കുന്നവരുമാണ് എന്നൊന്ന് പരിശോധിക്കുവാൻ ഈ ക്രിസ്മസ് ഓർമ്മകൾ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ
നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അനുഗ്രഹീതരായ സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അഗമ്യമായ സ്നേഹം തൻ്റെ സൃഷ്ടിയായ മനുഷ്യവർഗത്തോട് ദൈവത്തിനുണ്ടായപ്പോൾ ആ ദൈവിക പദ്ധതിയും പ്ലാനും നിറവേറ്റിക്കൊണ്ട് പാപം മൂലം വീഴ്ച സംഭവിച്ചതായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി, അഥവാ പിശാചിൻ്റെ വാക്കുകേട്ട് പിശാചിന് അടിമയായി തീർന്ന് പാപത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി ദൈവം താൻ സ്വർഗം ചായച്ചിറങ്ങി വന്ന് മനുഷ്യനായി മനുഷ്യനെ പോലെ ലോകത്തിലേക്ക് അവതരിച്ചതായ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ സുദിനമായി ക്രിസ്മസ് നാം ആഘോഷിക്കുകയാണ്. ദൈവം നമ്മുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും സന്ദേശവും എന്ന് പറയുന്നത്. ദൈവം നമ്മോട് കൂടെ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനായ ദൈവം, സകലത്തിനും മതിയായവനും ഉടയവനും സകലത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്നതായ ദൈവം സൃഷ്ടിയുടെ അടുക്കിലേക്ക് സൃഷ്ടിയെപ്പോലെ ഒരുവനായി ഇറങ്ങി വന്നു എന്നുള്ളത്. ഒരുപക്ഷേ ഈ ലോകത്തിൽ നാം ഒക്കെ ഒത്തിരി കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവവും രക്ഷകനുമായിരിക്കും ക്രിസ്തുവിനെ പോലെ തൻ്റെ സൃഷ്ടിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് തൻ്റെ സൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ത്യാഗവും കഷ്ടതയും അനുഭവിച്ച് മരിച്ച് തൻ്റെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ട് വന്ന യേശു ക്രിസ്തുവിനെ പോലെ നാം ആരെയും കാണുന്നില്ല. അവനാണ് സത്യദൈവമെന്നും അവനാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവമെന്നുമുള്ളതായ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. നാം തിരുവചനത്തിലൂടെ എങ്ങനെ വായിക്കുന്നുണ്ട്? സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ളതായ മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാലാഹ വിളിച്ചു പറയുന്നതായ ശബ്ദം. സർവ്വലോകത്തിനും വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത് എന്നുള്ളതായ ആ ബോധ്യവും ആ വിശ്വാസവും നമ്മിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുവാനും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ ഓരോരുത്തരിലും ഒരുവായിട്ട് ക്രിസ്തു നമുക്ക് പകർന്നു തന്നതായ ആ രക്ഷയുടെ സ്നേഹത്തിന് അത് അനുഭവയോഗ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം നാം എത്രമാത്രം അർഹരായി തീർന്നിട്ടുണ്ട് എന്നൊന്ന് പരിശോധിക്കുവാൻ ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്കങ്ങനെ ആകുമോ എന്നുള്ളതായ പരിശോധന നമുക്കാവശ്യമാണ്. ഓരോ ക്രിസ്മസും നാം ആഘോഷിക്കുകയും ഓരോ ക്രിസ്മസ് സുദിനങ്ങളും കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നാം ഇങ്ങനെ പല തീരുമാനങ്ങളുമൊക്കെ എടുക്കുന്നവരാണ്. ക്രിസ്തു നമ്മിലേക്ക് വന്നപ്പോൾ നാം ക്രിസ്തുവിലേക്ക് ആയിത്തീരുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് കഴിയുമോ എന്നുള്ളതായ ആ പരിശോധന അത് ആവശ്യമാണെന്ന് നാം പറയുകയും പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ, അനുഗ്രഹീതരായവരെ, ഈ ക്രിസ്മസ് സുദിനങ്ങൾ അടുത്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയായി തീരുവാനായിട്ട് കഴിയും? ക്രിസ്തുവിനെ അറിഞ്ഞ് അവനെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് മാറ്റപ്പെടാൻ കഴിയുന്നുണ്ടോ? വഴി നേരെയാക്കിക്കൊണ്ട്, വഴി ചൊവ്വാക്കിക്കൊണ്ട്, നിരന്നതും സമുദ്രവുമായിരിക്കുന്നതായ ഹൃദയങ്ങളും വെടിപ്പുള്ള ഹൃദയങ്ങളുമായിക്കൊണ്ട് നമ്മുടെ കർത്താവ് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ സ്വീകരിക്കുവാൻ വേണ്ടി ദൈവത്തിന് മുന്നോടിയായി വന്ന യോഹന്നാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തിയത് അതാണ്. ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നവനായ ദൈവം, അവൻ രാജാതിരാജാവും സകലത്തിൻ്റെ ഇവിടെയവനുമായിരിക്കുമ്പോൾ അവൻ ചെറിയവനായി തീർന്ന് കല്ലിടാവിൽ പുൽക്കൂട്ടിൽ പിറന്നു കിടന്നത് ഓർക്കുമ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു എത്രമാത്രം ചെറുതായി താഴ്മയോടെ വിനയത്തോടെയാണ് ഇറങ്ങി വന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിന് വേണ്ടി ആ വിനയത്തിൻ്റെയും താഴ്മയുടെയും ഒക്കെ അനുഭവത്തിലേക്ക് പങ്കുചേർക്കപ്പെടുവാനായിട്ട് നമുക്കാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വിളിച്ചടുപ്പിക്കുന്ന ഓരോ മാർഗങ്ങളാണെന്നുള്ളതായ തിരിച്ചറിവാണ് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ മുഖാന്തരം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുക, പീഡകൾ അനുഭവിക്കുകയോ ദുരിതങ്ങളോ പ്രതികൂലതകളോ ഒക്കെ അനുഭവിക്കുമ്പോഴും അതൊക്കെയും യേശു ക്രിസ്തുവിലേക്ക് നമ്മെ കൂട്ടിച്ചേർത്ത് അടുപ്പിക്കുന്ന
അനുഭവങ്ങളാണെന്നുള്ളതായ ഒരു തിരിച്ചറിവോടെ ക്രിസ്തുവിന് വേണ്ടി ഓടിയവരാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധനായ പൗലോസ്ലീഹയൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടമനുഭവിക്കേണ്ടി വരുമ്പോൾ അത് പീഡയോ അത് മരണമോ എന്തു തന്നെയായിരുന്നാലും അതിനെ ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ഓടുന്ന ഓരോരുത്തരുമായി മാറുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതായ ഒരു പരിശോധന. നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കുറവുകളും ബലഹീനതകളും നമ്മുടെ സ്വാർത്ഥമായ ചിന്തകൾക്കും ഒക്കെ വേണ്ടി പലപ്പോഴും ആ ദൈവിക സാന്നിധ്യവും സാമീപ്യവും ഒക്കെ നാം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ്. അതൊന്ന് പരിശോധിക്കുവാനായിട്ട് ഈ നാളുകളിൽ നമുക്കാകുമോ എന്നുള്ളതായ ചിന്തകളാണ് നമ്മെ ഭരിക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും തൻ്റെ ഈ ലോകത്തിലുള്ളതായ ജീവിതവും ഒക്കെ നാം പരിശോധിക്കുമ്പോൾ കാലങ്ങൾക്ക് മുൻപേ ദൈവിക പദ്ധതികൾ നിറവേറ്റപ്പെടുവാൻ വേണ്ടിയുള്ളതായ ദൈവിക പദ്ധതികളും പ്രവചനങ്ങളും ദീർഘദർശനങ്ങളും ഒക്കെ നിറവേറ്റിക്കൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചതും പ്രവർത്തിച്ചതുമെന്നും ഒക്കെ നാം വായിക്കുകയാണ്. അതൊക്കെയും നിറവേറ്റപ്പെട്ടുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ, അതല്ലെങ്കിൽ ഈ ലോകത്തിൽ ദൈവം നിറവേറ്റപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളതായ സ്വർഗീയ പദ്ധതികളൊക്കെ പിതാക്കന്മാർ മുഖാന്തരം പ്രവാചകന്മാർ മുഖാന്തരം ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതച്ച് പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുമെന്നുള്ളതായ ആ ദൈവിക പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3:15 നാം വായിക്കുമ്പോൾ ക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുവാൻ വേണ്ടിയുള്ളതായ പദ്ധതി അത് ലോകാരംഭത്തിന് മുമ്പേ ആരംഭിച്ചതായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിൽ അവതരിച്ച് ആ രക്ഷ പ്രാപ്യമാക്കി തീർക്കുമെന്നുള്ളതായ സ്വർഗീയ ദർശനവും മർമ്മവും അത് കാലങ്ങൾക്കും നൂറ്റാണ്ടുകൾക്കും മുൻപേ ദൈവിക പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി. കന്യകഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ളതായ ആ ദൈവിക തിരുവചനം സാക്ഷാത്കരിക്കുന്നതായ മഹത്തരമായ ഓർമ്മയാണ് ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. കന്യകഗർഭം ധരിച്ച മകനെ പ്രസവിക്കുക എന്ന അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കി തീർത്തവൻ ദൈവമാണെന്നുള്ളതായ തിരിച്ചറിവ് മനുഷ്യവർഗത്തിനുണ്ടാകുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെട്ടപ്പോൾ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ജനിച്ച ദൈവമാണെന്നുള്ളതായ ബോധ്യം നമ്മെ ബലപ്പെടുത്തേണ്ടതാണ്. എന്തിനാണ് ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്? നാം ഓരോരുത്തരെയും രക്ഷിച്ച് വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ളതായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു അത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും താഴ്മയുടെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാനുള്ളതായ ദൈവിക പദ്ധതിയുമാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നാം ബോധ്യപ്പെടേണ്ടത്. നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ നാം ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കേണ്ടത് ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് ഈ ലോകത്തിലേക്ക് അവതരിച്ച് നമുക്ക് വേണ്ടി കഷ്ടതകളൊക്കെ സഹിച്ചെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയുള്ളതായ ദാഹത്തോടു കൂടിയാണ് ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പോയതെങ്കിൽ പ്രിയമുള്ളവരെ ആ ക്രിസ്തുവിൻ്റെ ദാഹത്തിന് പാത്രീഭൂതരായി തീരേണ്ട നാം ഓരോരുത്തരും ഈ ക്രിസ്തുമസിൻ്റെ നാളുകളിൽ ഒരു പുനഃചന്ദ്രൻ നടത്തുവാനായിട്ട് ഇടയായി തീരണം. നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നാം എത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്? നമ്മെ സ്നേഹിച്ച ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് നാം തിരുവചനത്തിലൂടെ വായിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, മനസ്സ് തകർന്നും വിഷമിച്ചും വേദനിച്ചും ഇരിക്കുന്നവരുടെ അടുക്കൽ വന്ന് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് സമാധാനവും അസാധ്യമായവയെ സാധ്യമാക്കി കൊടുക്കുന്ന ഒരു ദൈവമാണ് എന്ന് നാം തിരിച്ചറിയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക മനുഷ്യാവതാര വ്യാപാരം അതൊക്കെയും പ്രവചന പുസ്തകങ്ങളിലൂടെ നാം വായിച്ചിട്ടുള്ളതാണ്. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 45-ാം വാക്യം, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്നതായ പീലിപ്പോസ് തൻ്റെ സ്നേഹിതനായ നഥാനിയേലിനെ വിളിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ടി നഥാനിയേലിനോട് സംസാരിക്കുന്നതായ സംഭാഷണമാണിത്. മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പീലിപ്പോസ് നഥാനിയേലിനോട് പറയുകയാണ്.
അതെവിടെയാണെന്നൊക്കെ അന്വേഷിക്കുകയും നഥാനിയേലിനെ കൊണ്ടുവന്ന് കാണിക്കുകയും നഥാനിയേൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു നഥാനിയേലിനെ കണ്ടപ്പോൾ പറയുന്നത്, ഇതാ സാക്ഷാൽ കളങ്കമില്ലാത്ത ഇസ്രായേലിൻ എന്നാണ്. ക്രിസ്തുവിനെ അന്വേഷിച്ച് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന് നമ്മെക്കുറിച്ചൊരു സാക്ഷ്യം പറയുവാനായിട്ടുണ്ടോ, അതൊന്ന് പരിശോധിക്കേണ്ടതാണ്. നഥാനിയേലിനെ കണ്ട ക്രിസ്തു ഇതാ സാക്ഷാൽ കളങ്കമില്ലാത്ത ഇസ്രായേലിൻ എന്ന് പറഞ്ഞപ്പോൾ നഥാനിയേൽ അത്ഭുതപ്പെട്ടു പോയി. നീ എന്നെ എവിടെ വെച്ചാണ് അറിയുന്നത് എന്ന് നഥാനിയേൽ ചോദിക്കുകയാണ്. ക്രിസ്തു അവനോട് പറയുന്നു, നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. എന്തിനായിരിക്കും നഥാനിയേൽ അത്തിയുടെ ചുവട്ടിലിരുന്നത്? അത്തിയുടെ ചുവട്ടിലിരുന്ന് ആരും കാണാത്ത രീതിയിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അത്തിവൃക്ഷം എന്ന് പറയുന്നത്. അതിൻ്റെ ഇലതൂർന്ന കമ്പുകൾ വളഞ്ഞ് തൂങ്ങി നിലത്ത് മുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അടിയിൽ കയറി ഇരുന്ന് ഏകാന്തമായിരിക്കാൻ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആയിരുന്നിട്ട് നഥാനിയേൽ എന്ത് ചെയ്തതുകൊണ്ടായിരിക്കണം ക്രിസ്തു അവനെ കണ്ടത്? നാം ഓരോരുത്തരും എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും അറിയുന്നവനായ ദൈവമുണ്ട്. പക്ഷെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ളതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ദൈവിക സാക്ഷ്യപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത്. നഥാനിയേലിനോട് ക്രിസ്തു പറഞ്ഞതായ ആ സാക്ഷ്യം, നീ അത്തിയുടെ ചുവട്ടിലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. പ്രിയമുള്ളവരെ, രാത്രിയിലും പകലിലുമൊക്കെ പ്രാർത്ഥനയിലും ആരാധനയിലും നോമ്പിലും ഉപവാസത്തിലുമൊക്കെ ആയിരുന്നു ആരാധനകളിലൊക്കെ സംബന്ധിച്ചും നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് നാം ഓരോരുത്തരും. എങ്കിൽ ക്രിസ്തു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മെക്കുറിച്ച് അങ്ങനെ പറയുവാനായിട്ടുള്ളതായ ഒരവസരം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നീ നാളുകളിൽ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ക്രിസ്തു നമ്മെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് പരിശോധിക്കാൻ. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അനുഗ്രഹീതരായ സഹോദരങ്ങളെ, ഹൃദയവിശുദ്ധിയോടെ ദൈവദർശനയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയുടേതായ സമർപ്പണത്തിൻ്റേതായ ഒരനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? അത് പരിശോധിക്കുമ്പോഴാണ് തീർച്ചയായും നഥാനിയേലിനോട് പറഞ്ഞതായ ആ ദൈവിക തിരുവചനം നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. എങ്കിൽ ദൈവം നമ്മെ കണ്ടിട്ടുണ്ട്, എങ്കിൽ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തോട് നാം സംസാരിക്കുന്നത്, ദൈവം നമ്മോട് ഇടപെടുകയും ചെയ്യുന്നത്. എങ്കിൽ നഥാനിയേലിനെ പോലെ ഒരു ഏകാന്തമായ അനുഭവത്തോടെ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരനുഭവം ക്രിസ്തു നമ്മെ കണ്ടെത്തുന്നതായ ആ അനുഗ്രഹീത സന്ദർഭമായി മാറ്റുവാനും നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട്. ക്രിസ്മസ് ഭൗതികമായ ആഘോഷമല്ല, അതൊന്നും ദൈവത്തിന് ചേർന്നതല്ല. പക്ഷേ ആത്മീയമായ ഒരാഘോഷമാക്കി മാറ്റുമ്പോൾ പ്രാർത്ഥനയോടെ ജീവിത വിശുദ്ധിയോടെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ജനിച്ച് ജീവിക്കുന്ന ആ സ്വർഗീയ അനുഭവത്തോടെ നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ മനുഷ്യാവതാര നാളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആഘോഷമായി കൊണ്ടുവരുവാനായിട്ട് കഴിയുമോ? ആ പരിശോധനയിൽ നമുക്ക് എത്രമാത്രം വിജയിക്കുവാനായിട്ട് കഴിയും എന്ന് പരിശോധിക്കുമ്പോഴാണ് തീർച്ചയായും നഥാനിയേലിനെ കണ്ടെത്തിയ ഒരു ദൈവം നമ്മളെയും കണ്ടെത്തും. നഥാനിയേലിനെ കണ്ടെത്തിയ ദൈവം നമ്മെയും കൂട്ടിച്ചേർക്കും. ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെന്നെത്തുവാൻ, ആ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുവാനായിട്ടുള്ളതായ അനുഗ്രഹീയ സന്ദർഭമായി ഈ നാളുകൾ മാറ്റപ്പെടുവാൻ നമുക്ക് ദൈവദർശനങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരങ്ങളെ, ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ദൈവത്തെ അറിഞ്ഞാരാധിച്ച് ദൈവത്തോട് പറ്റിച്ചേരുന്ന അനുഭവമായി മാറുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും എല്ലാ ക്രിസ്മസ് മംഗളാശംസകളും ഈ സമയത്ത് നേരുകയും ദൈവദർശനം സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷവും കൂടി തലകളെ വണക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല സമയത്തിനും നല്ല സന്ദർഭങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ വർഷത്തെ അങ്ങയുടെ തിരുജനത്തെ ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്മസ് ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരനുഭവമായി നീ ഞങ്ങളെ കണ്ടെത്തുകയും ഞങ്ങൾ നിന്നെ കാണുകയും കർത്താവെ നിന്നിലായിത്തീരുകയും ചെയ്യുന്നതായ ഒരനുഭവത്തോടെ ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിട്ട് അവന് നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചിറങ്ങി വന്നതുപോലെ അങ്ങയെ സ്നേഹിച്ച് അങ്ങയോടുകൂടി സ്വർഗീയ മഹോന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങൾ സഹായിച്ച് അനുഗ്രഹിക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. ജീവൻ്റെ വചനമെന്ന ഓൺലൈൻ പ്രോഗ്രാം എല്ലാ മാസവും ഒന്നാമത്തെ ഞായറാഴ്ച 7 മുതൽ 8 വരെയുള്ള സമയമാണ്. ചില മാസങ്ങളിലൊക്കെ രണ്ടാമത്തെ ഞായറാഴ്ചയോ മൂന്നാമത്തെ ഞായറാഴ്ചയോ ആവാറുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി ഒരു വാക്ക് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രോഗ്രാം ആർക്കെങ്കിലും എല്ലാ മാസം നടക്കുന്ന പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ട് എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും സെൻറ്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. 24 മണിക്കൂറും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു പറയാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. മാത്രമല്ല വിശുദ്ധ കുർബാനയുണ്ട്. ആ കുർബാനയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. എല്ലാ വെള്ളിയാഴ്ചയും ഏകദിന ഉപവാസ ധ്യാനമുണ്ട് സെൻറ്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ. എല്ലാ ശനിയാഴ്ചയും ഏകദിന ധ്യാനമുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഉപവാസ പ്രാർത്ഥനയുണ്ട്. എല്ലാ രണ്ടാമത്തെ തിങ്കളാഴ്ച വൈകുന്നേരം 6 മുതൽ 12:30 1 മണിയുള്ള സമയം മുഴുരാത്രി പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ച ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്നതായ ആന്തരിക വിശുദ്ധീകരണ ധ്യാനമുണ്ട്. ഈ മാസം 15-ാം തീയതി വൈകുന്നേരം ആരംഭിച്ച് വ്യാഴാഴ്ച അവസാനിക്കുന്നതായ ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. 1-ാം സങ്കീർത്തനം എങ്ങനെയാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. 10,000-കണക്കിന് ആളുകൾ, അനേക യൗവനക്കാർ ഒക്കെയും ധ്യാനം കൂടി പുതിയ അനുഭവം, പുതിയ ജീവിതം, പുതിയ ഹൃദയവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അനേക ക്യാൻസർ രോഗികൾക്ക് യേശു സൗഖ്യം കൊടുത്തു. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചു. വിവാഹബന്ധമൊക്കെ വേറിട്ട് പോയവർ അതിനെ കൂട്ടിച്ചേർക്കുവാൻ ദൈവം സാധിപ്പിച്ചു. അനേക മദ്യപാനികൾ അതൊക്കെ വിടുവാനിടയായി. അനേക രോഗികൾക്ക് യേശു പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാനിടയായി. എല്ലാ മാസവും നടക്കുന്ന ധ്യാനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ 44 പെൺകുട്ടികളും 33 ആൺകുട്ടികളും അടക്കുന്ന 2 അനാഥ മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ നമുക്ക് 103 പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ പണിത് കൊടുക്കുവാൻ ദൈവം സാധിപ്പിച്ചു. ഇനി ഒരു 3 വീടിൻ്റെ അപേക്ഷകൾ നമുക്കുണ്ട്. ദൈവം സഹായിച്ച് ഇതുവരെ 779 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായം ചെയ്യുവാൻ പല കുട്ടികളുടെയും പൂർണ്ണമായി ഏറ്റെടുത്തും പലരുടെയും ഭാഗികമായി നൽകി അനേക കുഞ്ഞുങ്ങൾ അവർക്ക് ജീവിത പങ്കാളി കണ്ടെത്തുവാൻ ദൈവം സാധിപ്പിച്ചു. ക്യാൻസർ രോഗികളും ഡയാലിസിസുകളും ഉൾപ്പെടെ അനേക രോഗികൾക്ക് എല്ലാ ദിവസവും നമ്മൾ ചികിത്സാ സഹായം ചെയ്യുന്നു. കൂടാതെ നന്നായി പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, എന്നാൽ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത 47ഓളം കുഞ്ഞുങ്ങളെ അവരവരുടെ വീടുകളിൽ നിർത്തി നമ്മൾ സഹായം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. തെരുവിൽ എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെ സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും അനാഥരുടെയും രോഗികളുടെയും പാവപ്പെട്ട ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടുന്നതായ സഹായങ്ങൾ നൽകി യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളർത്തിയെടുക്കുക എന്നുള്ള ദൗത്യമാണ് സെൻറ്റ് ജോൺസ് മിഷൻ ചെയ്യുന്നത്. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുക, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർക്കുക, അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുകയാണ്. 2 വസ്ത്രമുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണം. ഭക്ഷണ സാധനങ്ങളും അങ്ങനെ തന്നെ കൊടുക്കണം. ക്രിസ്തുമസ് വരികയാണല്ലോ. ക്രിസ്തുമസ് ഒരു പങ്കുവയ്ക്കലാണ്. ആ ക്രിസ്തുമസിന് 1000 കുടുംബങ്ങളുടെ ലിസ്റ്റ് എടുത്ത് ജാതിയോ മതമോ സഭയോ നോക്കാതെ 1000 കുടുംബങ്ങൾക്ക് നമ്മൾക്ക് 1.5 മണിക്കൂർ സമയം അവർക്ക് സുവിശേഷ വചനം കൊടുക്കുന്നു. കൂടാതെ അവർക്ക് സമൃദ്ധമായി ഭക്ഷണം നൽകി ഡിസംബർ 25-ാം തീയതി തലേദിവസം, ക്രിസ്തുമസിന് തലേദിവസം 24-ാം തീയതി 1000 കുടുംബങ്ങൾക്ക് സെൻറ്റ് ജോൺസ് ധ്യാന കേന്ദ്രത്തിൽ വെച്ച് അരിയും പലചരക്ക് സാധനം കൊടുക്കുന്നു. നിങ്ങൾക്കും അന്ന് കടന്നു വരാം. വരുന്നവർക്കെല്ലാം സമൃദ്ധമായ ഭക്ഷണവും 1.5 മണിക്കൂർ സുവിശേഷ യോഗവും അന്ന് നടത്തപ്പെടുകയാണ്.
പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. 2024 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ എന്ന കൊച്ചു രാജ്യത്ത് ഹന്നയുടെയും ഇയാക്കിയുടെയും മകളായി ജനിച്ച വിശുദ്ധ കന്യകമറിയാം അമ്മയുടെ അടുക്കൽ വന്ന് വിശുദ്ധ ലൂക്കോസ് 1:28, മറിയമേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അതാണ് ക്രിസ്തുമസ്. പ്രിയമുള്ളവരെ, യേശു എന്തിനാണ് വന്നത്? ആ യേശുവിന് 10 പേര് സ്വർഗം കൊടുക്കുകയാണ്. ഒന്ന്, അത്ഭുത മന്ത്രി. യേശുവിൻ്റെ പേരാണ് അത്ഭുത മന്ത്രി. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത പച്ചവെള്ളത്തെ നിറമുള്ള, മണമുള്ള, രുചിയുള്ള മുന്തിരി ചാറാക്കി മാറ്റുവാൻ അത്ഭുത മന്ത്രിയായ യേശുവിന് സാധിപ്പിച്ചു. കോതമംഗലം ധ്യാന കേന്ദ്രത്തിൽ അനേക കിടപ്പ് രോഗികൾ ധ്യാനം കൂടാൻ വന്ന് അനേകർ ധ്യാനം കഴിയുമ്പോൾ എഴുന്നേറ്റ് തുള്ളിച്ചാടുന്നത് ഞങ്ങൾ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നും യേശു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുമസിന് നിങ്ങൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. ആരാധിച്ചാൽ ദൈവം വിടുവിക്കും. ആശ്രയിച്ചാൽ ദൈവം കരുതും. ഒരത്ഭുതം പ്രതീക്ഷിക്കുക. കാരണം യേശുവിൻ്റെ പേരാണ് അത്ഭുത മന്ത്രി. യേശുവിൻ്റെ മറ്റൊരു പേരാണ് വീരനാം ദൈവം. അതുകൊണ്ടാണ് പെങ്ങൾ പറഞ്ഞു, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി, എന്നാൽ ലാസറിൻ്റെ കല്ലറയ്ക്ക് ചെന്ന് ലാസറേ പുറത്തു വാ. ആ ഉടയതമ്പുരാൻ്റെ വിളി, ആ വീരൻ പ്രവർത്തിക്കുന്ന ദൈവം, വീരനാം ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കും, വീര്യം പ്രവർത്തിക്കും. നാറ്റം വെച്ച് കിടന്ന ലാസർ എഴുന്നേറ്റു വന്നു. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വച്ചിരുന്നു. അവനുയിരേകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹുത്തരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. യേശുവിൻ്റെ മറ്റൊരു പേരാണ് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവാണെങ്കിൽ നമ്മൾ മക്കളാണ്. നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കന്നുകാലിയുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, നീ നനവുള്ള തോട്ടമായി തീരും, നീ വിളിക്കുമ്പോൾ യഹോവ ഉത്തരമരുളും, നീ വായ്പ വാങ്ങുകയില്ല, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, നിൻ്റെ നേരെ ശത്രു വരും, അവർ 7 വഴിയായി ഓടിപ്പോകും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നമ്മുടെ ദൈവം നിത്യപിതാവാണ്. പ്രിയമുള്ളവരെ, നിത്യപിതാവ് സമാധാന പ്രഭുവാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നിരാശയിലേക്ക് പോകുന്ന ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സമാധാന പ്രഭുവാണ്. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നിരാശയിലേക്ക് പോകുന്നവർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഉണ്ണിയേശു സമാധാന പ്രഭുവാണ്. അവൻ ഇമ്മാനുവേലാണ്. ദൈവം നമ്മോടുകൂടെ, യേശു നമ്മോടുകൂടെ. ആകാശത്തെ ചൺകൊണ്ടളക്കാൻ കെൽപ്പുള്ള ദൈവം, പർവ്വതങ്ങളെ വെള്ളിക്കോലി തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കുന്നുകളെ തുലാസിൽ തൂക്കാൻ കെൽപ്പുള്ള ദൈവം, കടലിലെ വെള്ളത്തെ ഉള്ളം കൈ കൊണ്ട് കോരിയെടുത്താൽ പിന്നെ കടലിൽ വെള്ളമില്ല. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്, ഭൂമി ദൈവത്തിൻ്റെ പാദപീഠമാണ്. ആ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ അകന്നു പോയപ്പോൾ പാപിയെ പരിശുദ്ധനാക്കുവാൻ പരിശുദ്ധനായ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ് ക്രിസ്തുമസ്. അതുകൊണ്ടാണ് ഉണ്ണിയേശുവിൻ്റെ പേരിങ്ങനെ സ്വർഗം കൊടുത്തത്. അവൻ കർത്താവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ രക്ഷകനാണ്, അവൻ അത്യുന്നതൻ്റെ പുത്രനാണ്. മാത്രമല്ല, വിശുദ്ധ കന്യകമറിയാമ്മയോട് സ്വർഗത്തിലെ മാലാഖ പറയുകയാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യൻ്റെ ചിത്രം നിങ്ങളുടെ അകൃത്യങ്ങളാണ് നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത്. യെശയ്യാ 59:1-2 നിങ്ങളുടെ പാപമാണ് ദൈവത്തിൻ്റെ മുഖം നമ്മളിൽ നിന്ന് മറച്ചത്. അപ്പം പാപിയെ പരിശുദ്ധനാക്കുവാൻ പരിശുദ്ധനായ ദൈവം, പ്രിയമുള്ളവരെ, വിശുദ്ധ കന്യകമറിയ അമ്മയുടെ ഉദരം വരെ ചെറുതാവുകയാണ്. എന്തിനു വേണ്ടി? പാപിയെ പരിശുദ്ധനാക്കുവാൻ.
ചെറിയവരായ നമ്മെ വലിയവനാക്കുവാൻ വലിയവനായ ദൈവം ചെറിയവനാകുകയാണ്. മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രനാക്കുവാൻ ദൈവപുത്രൻ മനുഷ്യപുത്രനായി. ദരിദ്രരായ നമ്മെ സമ്പന്നനാക്കുവാൻ സമ്പന്നനായ ദൈവം ദരിദ്രനായി. വിശുദ്ധ അമ്മയോട് പറയുകയാണ്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിക്കുവാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ വിളിക്കണം. യേശു വന്നത് നമ്മുടെ പാപം നീക്കാനാണ്. യേശു വന്ന് നമ്മുടെ ശാപം നീക്കാനാണ്. യേശു വന്ന് നമ്മുടെ മക്കളാക്കാണ്. 1 യോഹന്നാൻ 3:1. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. എന്താണ് ഈ സ്നേഹം? തൻ്റെ ഏകജാതനായ പുത്രനിൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പം നൽകലാണ് ക്രിസ്തുമസ്. നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകപുത്രനെ പകരം വയ്ക്കാനൊരു മോൻ ദൈവത്തിനില്ല. നമുക്ക് വേണ്ടി നൽകിയതാണ് ക്രിസ്തുമസ്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇമ്മാനുവേൽ, കർത്താവ്, ക്രിസ്തു, രക്ഷിതാവ്, അത്യുന്നതൻ്റെ പുത്രൻ യേശു. ഹല്ലേലൂയ. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് നാം ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലെ മുഴുവൻ ജനത്തിനും വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ പിടഞ്ഞ് മരിച്ചു. യേശുവിൻ്റെ മരണത്താൽ നമ്മുടെ മരണം നീങ്ങി. നമ്മുടെ നിത്യജീവൻ അവകാശിയായി ഈ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ ക്രിസ്തുമസിൻ്റെ സന്ദേശം അത് ഭയം മാറ്റുന്ന സന്ദേശമാണ്. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിയേശു പാലസ്തീനിൽ ജനിച്ചു വീഴുമ്പോൾ സ്വർഗത്തിലെ മാലാഖ വിളിച്ചു പറയുകയാണ്, ഭയപ്പെടേണ്ട മറിയമേ, നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച ദൈവത്തിൻ്റെ പൈതലേ, നീ ഭയപ്പെടേണ്ട. അതിനൊരു 6 മാസങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ലൂക്കോസ് 1:13 സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിലെ മാലാഖ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സക്കരിയാവ് എന്ന മഹാപുരോഹിതന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, സക്കരിയാവേ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന യേശു ജീവിക്കുന്നുകൊണ്ട് വിശ്വാസിയെ നീ ഭയപ്പെടേണ്ട. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നതുകൊണ്ട് ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ദൈവത്തിൻ്റെ പൈതലേ, നീ ഭയപ്പെടേണ്ട. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ സ്വർഗത്തിലെ മാലാഖ വിളിച്ചു പറയുകയാണ്, ഓ ആട്ടിടയന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, സർവ്വജനത്തിനുണ്ടാവാനുള്ളൊരു മഹാ സന്തോഷമാണ് യേശു ക്രിസ്തു. അപ്പോൾ ഭയം മാറ്റുന്ന സന്ദേശമാണ്, സന്തോഷം നൽകുന്ന സന്ദേശമാണ്. ഉണ്ണിയേശു ജനിച്ചപ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ പാടിയൊരു പാട്ടുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ ക്രിസ്തുമസിൻ്റെ സന്ദേശം എന്താണ്? 1, അത് ഭയം മാറ്റുന്ന സന്ദേശമാണ്. 2, അത് സന്തോഷം നൽകുന്ന സന്ദേശമാണ്. 3, അത് സമാധാനം നൽകുന്ന സന്ദേശമാണ്. സമാധാനം നൽകുന്ന ആ ക്രിസ്തുമസിൻ്റെ സന്ദേശം പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ മാലാഖ വിളിച്ചു പറഞ്ഞപ്പോൾ ആട്ടിടയന്മാർ ആടിനെ കാവൽ കാത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഉണ്ണിയേശു എന്ന സ്വർഗത്തിലെ ദൈവം, ഉണ്ണിയേശു ആരാണ്? അവൻ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവമാണ്. അവൻ ക്രിസ്തുവാണ്, രക്ഷിതാവാണ്, ത്രിയേക ദൈവമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ കന്യകമറിയ അമ്മയെ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഉദരത്തിലേക്ക് ജനിച്ചു വീണത് പിതാവും പുത്രനും പരിശുദ്ധ റൂഹ, കർത്താവ്, ക്രിസ്തു, രക്ഷിതാവ്, അത്യുന്നതൻ്റെ പുത്രൻ. അതുകൊണ്ടാണ് വിശുദ്ധ കന്യകമറിയ അമ്മയ്ക്ക്
സഭ ഇത്രമാത്രം ബഹുമാനം കൊടുക്കുന്നത്. മറിയമേ, നീ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ദൈവത്തിന് കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടിവിക്കുവാനിരിക്കുകൊണ്ട് ഇനി അവന് യേശു എന്ന് പേർ വിളിക്കണം. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഇത് ക്രിസ്ത്യാനിക്കുണ്ടാവാനുള്ള മഹാസന്തോഷമല്ല. ഇതേതെങ്കിലും പ്രത്യേക ജാതിക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയല്ല. കാരണം മാതാവിനോട് പറയുകയാണ്, സകല ജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമാണ് യേശുക്രിസ്തു. ഇനി ശിമയോൻ പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് ഉണ്ണിയേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞെങ്ങനെയാണ്, ഓ നീ സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷ. പ്രിയമുള്ളവരെ, ഇപ്പോൾ ശിമയോന്റെ കയ്യിലിരിക്കുന്ന രക്ഷയാണ്. രക്ഷയുടെ ഉറവിടം എവിടെയാണ്? സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീം. രക്ഷയുടെ ഉറവിടം യഹോവയായ ദൈവമാണ്. ആ രക്ഷ താണിറങ്ങി വന്ന് ഇപ്പോൾ ശിമയോന്റെ കൈകളിൽ ഈ രക്ഷ ഇരിക്കുകയാണ്. നീ സകല ജാതികൾക്കും ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഈ വർത്തമാനം കേട്ടപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രമാണിമാരുണ്ടായിരുന്നു, അനേക സമ്പന്നരുണ്ടായിരുന്നു. എന്നാൽ യാതൊരു അഡ്രസ്സുമില്ലാത്ത പാവപ്പെട്ട ആട്ടിടയന്മാരോടാണ് സ്വർഗത്തിലെ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുള്ള സത്യം അറിയിച്ചത്. എന്താണ്? ഈ ഇടയന്മാർക്ക് അഡ്രസ്സ് പോലുമില്ല. സകല ജനവും പേർ വഴി ചാർത്താൻ പോയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവർക്ക് പേർ വഴി ചാർത്താൻ ഇവർക്ക് അഡ്രസ്സ് ഇല്ലാത്ത ആട്ടിടയന്മാരാണ്. എന്തുകൊണ്ടാണ്? ഉണ്ണിയേശു ജനിച്ച കാര്യം അവിടുത്തെ പ്രമാണിമാരോടോ, പ്രിയമുള്ളവരെ, അവിടുത്തെ പുരോഹിതന്മാരോടോ, അവിടുത്തെ മഹാപുരോഹിതന്മാരോടോ ആരോടും ഈ വാർത്ത അറിയിക്കാതെ പാവപ്പെട്ട ഇടയന്മാരോട് അറിയിക്കാൻ കാരണം ഇടയന്മാരുടെ ജോലി തന്നെയാണ് ആടിനെ മേയ്ക്കുക എന്നുള്ളതാണ്. ആടിൻ്റെ ഉപയോഗം എന്താണ്? ആടിൻ്റെ ഇറച്ചി കഴിക്കാം, ആടിൻ്റെ പാല് കുടിക്കാം, ആടിൻ്റെ തോൽ ഉപയോഗിക്കാം, ആടിൻ്റെ രോമം ഉപയോഗിക്കാം. എന്നാൽ ആടിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമകാലം അത് നിഴലാണ്, പുതിയ നിയമം പൊരുളാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രിയമുള്ളവരെ, ആ വിശുദ്ധ സ്ഥലത്ത് ആ പ്രാകാരത്തിന് മുമ്പിൽ 2 കോലാട്ടുകൊറ്റനെ മേടിച്ചു കൊണ്ടുവരും. ഒന്ന് യഹോവയ്ക്കെന്നും ഒന്ന് അസസേലിനും ചീട്ട്. യഹോവയ്ക്ക് ചീട്ട് വീണ ആടിനെ അവിടെ വെച്ചറുത്ത് മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി രക്തം തളിച്ച് പാപത്തിന് പരിഹാരം വരുത്തും. പിന്നെ ജീവനോടിരിക്കുന്ന ആടിൻ്റെ മേൽ മഹാപുരോഹിതൻ കൈ രണ്ടും വെച്ച് അവിടെയുള്ള ജനത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ആവാഹിച്ചെടുത്ത്, പ്രാർത്ഥനയിലൂടെ ആവാഹിച്ചെടുത്ത് ഈ ആട്ടിൻകുട്ടിയിലേക്ക് കൊടുക്കും. ആടെല്ലാവരും നോക്കി ഒരു കാര്യം പറയും, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ആടൊരു പാപവും ചെയ്തിട്ടില്ല. എന്നാൽ ജനത്തിൻ്റെ മുഴുവൻ പാപവും ഇപ്പോൾ ഈ ആടിൻ്റെ മേലായി. ഈ ആടിനെ ഒരാൾ വശം മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ മബ്ദാന യേശു നടന്നു വരുന്ന കണ്ടിട്ട് യോഹന്നാൻ മബ്ദാന വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ യേശുവാരാണ്? ലോകത്തിലുള്ള മുഴുവൻ ജനത്തിൻ്റെയും പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. പ്രിയമുള്ളവരെ, ആട്ടിടയന്മാർക്കൊരു സന്ദേശമുണ്ട്. ഇടയന്മാരെ, നിങ്ങളുടെ ആടിനെ ഇനി പാപപരിഹാര യാഗത്തിന് ആവശ്യമില്ല. എന്തെന്നാൽ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ഒരു കുഞ്ഞാട് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഈ വാർത്ത കേട്ടപ്പോൾ അവരാടിനെയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഈ കുഞ്ഞിനെ കാണുവാൻ ഈ ആട്ടിടയന്മാർ ബന്ധപ്പെട്ടു പോവുകയാണ്. അവർ യേശു കുഞ്ഞിനെ കണ്ടു.
നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്ക്. യേശു കുഞ്ഞിനെ കണ്ടിട്ട് കാണാൻ പോയതുപോലെയല്ല അവർ മടങ്ങി വന്നത്. ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടിയിട്ട് തിരികെ പോന്നപ്പോൾ കണ്ടവരെല്ലാം ഉണ്ണിയേശുവിനെ കുറിച്ച് പറഞ്ഞു, കേട്ടവരെല്ലാം ആശ്ചര്യപ്പെട്ടു. 2025 ക്രിസ്തുമസ് ആഘോഷിക്കാൻ, 24 ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തിൻ്റെ പൈതലേ, എത്രയോ വർഷങ്ങളായി ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ആ പാവപ്പെട്ട അഡ്രസ്സില്ലാത്ത പ്രിയമുള്ളവരെ ആട്ടിടയന്മാർ ആ സത്യം അറിഞ്ഞപ്പോൾ അവരെല്ലാവരോടും ഈ സത്യം അറിയിച്ചെങ്കിൽ ഇന്ന് വരെ ഉണ്ണിയേശു ജനിച്ചത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണെന്നുള്ള സത്യം ആരോടെങ്കിലും പറഞ്ഞോ? പ്രിയമുള്ളവരെ, സകല ജനത്തിനുണ്ടാവാനുള്ള മഹാസന്തോഷമാണ് യേശു ക്രിസ്തു നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും കിടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും ആരെ കാണുമ്പോഴും നീ സുവിശേഷം പറയണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യർക്ക് നൽകിയ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാം. എന്നാൽ വിശ്വസിക്കണമെങ്കിൽ കേൾക്കണ്ടേ? കേൾക്കണം, പറയണ്ടേ? സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ ദുരിതം. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വിശ്വസിക്കണമെങ്കിൽ യേശുവിനെ കുറിച്ച് കേൾക്കണ്ടേ? പ്രിയമുള്ളവരെ, 2024 ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ സത്യം മറ്റുള്ളവരെ അറിയിക്കുക. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പോൾ നീ രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വസിക്കണമെങ്കിൽ കേൾക്കണം, കേൾക്കണമെങ്കിൽ പറയണം, പറയണമെങ്കിൽ പോകണം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഏകപുത്രനെ നമുക്ക് വേണ്ടി അയച്ചെന്നെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. ആരും നേർച്ച നേരേണ്ടതാണ്. നീ വിളിച്ചാൽ എൻ്റെ ഒരു കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക്, ഒരച്ഛനാകാൻ, ഒരു കന്യാസ്ത്രീയാകാൻ, ഒരു സുവിശേഷകനാകാൻ കർത്താവെ ഞാൻ നൽകാമെന്ന് ആർക്ക് പറയാൻ പറ്റും? ആരും നേർച്ച നേരം. നീ വിളിച്ചാൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നമുക്ക് പകരമായി 10,000 മിഷണറിമാർ സുവിശേഷവുമായി പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ നാം പോകേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി പോയിരിക്കുന്ന സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒരു മിഷണറിയെ നമ്മുടെ ചെലവിൽ സ്പോൺസർ ചെയ്യാൻ, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വീതം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ, നശിച്ചു പോകുന്ന ആത്മാക്കളെ കൊയ്തെടുക്കാൻ പോകുന്ന ഒരു മിഷണറിയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് സ്വർഗത്തിലൊക്കെ നിക്ഷേപമാണ്. പ്രിയമുള്ളവരെ, ഒരാത്മാവിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സർവ്വലോകവും വിറ്റ് കിട്ടുന്നതിനേക്കാൾ വിലയുണ്ട് ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ. സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണ്? ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ആ മാനസാന്തരത്തിലേക്ക് നയിക്കണമെങ്കിൽ അവർ സുവിശേഷം കേൾക്കണം. നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് സുവിശേഷമാണ്. ഈ സുവിശേഷം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ രൂപാന്തരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ നമുക്കൊരു തീരുമാനം എടുക്കാൻ പ്രിയമുള്ളവരെ. യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ഭൗമികമായ ഈ ലോകത്ത് നമുക്ക് കർത്താവ് അനുഗ്രഹങ്ങൾ പകർന്നു തരുന്നത് മാത്രമല്ല, ഈ സുവിശേഷം മറ്റുള്ളവർ പറഞ്ഞാൽ കർത്താവിൻ്റെ വചനം അങ്ങനെ പറയുകയാണ്, ആരെങ്കിലും യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രൻ ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. യേശുവിനെ കുറിച്ച് പറയാൻ നാണിച്ചാൽ നമ്മളെക്കുറിച്ച് തമ്പുരാൻ നാണിക്കും. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു ജീവിതമുള്ളൂ. നശിച്ചു പോകുന്ന ഒരാത്മാവിനെങ്കിലും ക്രിസ്തുവിനോട് നേടാൻ, യേശു ക്രിസ്തുവിനോട് നേടാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ലോകത്തിലെ മനുഷ്യൻ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെട്ട് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിരാശയിലേക്ക് പോകുമ്പോൾ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം സഹായിച്ച് സെൻറ്റ് ജോൺസ് മിഷനിൽ 1000 കണക്കിന്
അനേക ക്രൈസ്തവർ വന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ, അനേക മുസ്ലിങ്ങൾ വന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ ഈ ധ്യാന കേന്ദ്രം മുഖാന്തരം ഇടയായി. പ്രിയമുള്ളവരെ, ആരെയും നിർബന്ധിച്ച് മതം മാറ്റാനല്ല, ആരുടെയും പേര് മാറ്റാനല്ല, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മക്കളാകാം. വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം വരുന്നത് എങ്ങനെയാണ്? അത് കേൾവിയിലാണ്. ഈ വചനം തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. ഈ ക്രിസ്തുമസിന് ഒരു തീരുമാനമെടുക്കുക. ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറയും, ഒരു കുഞ്ഞിനെ ഞാൻ അയക്കും, കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ സമ്പത്തിൻ്റെ ഒരു വീതം ഞാൻ സുവിശേഷ വിലയ്ക്ക് വേണ്ടി കൊടുക്കും. ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ആർക്കാണ് ദൈവപ്രസാദം? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. അപ്പോൾ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം? 2 കൊരിന്ത്യർ 8:12. ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം കിട്ടും. അപ്പോൾ ദൈവം പ്രസാദിക്കണമെങ്കിൽ കൊടുക്കുക. എന്തു കൊടുക്കണം? സഭ നമ്മളെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്? തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനും നാഥ, എന്നെ കൊടുക്കുക. എന്നെ കൊടുത്താൽ ഈ വായ കൊണ്ട് ചീത്ത വിളിക്കരുത്, പിരാകരുത്, കുറ്റം പറയരുത്, എതിര് പറയരുത്, ഈ ചങ്കിനകത്ത് ആരോടും വഴക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. യേശുവിൻ്റെ മുഖത്ത് തുപ്പി, യേശുവിൻ്റെ കണ്ണ് കെട്ടി കവളത്തടിച്ചു, കുതിരയുടെ തോല് വെയിലത്തിട്ടുണക്കി 4 പോലെ കീറി, 5 പിരിച്ച ചാട്ടവാറ് കൊണ്ട് 39 അടിയടിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച്, ഇവരോട് ക്ഷമിക്കണമേ, പകയുള്ളവൻ കൊലപാതകനാ, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകനാ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്നെ കൊടുക്കുക. എന്നെ കൊടുത്താൽ ഒരു സുവിശേഷകൻ്റെയോ, ഒരു കന്യാസ്ത്രീയുടെയോ, ഒരു പാസ്റ്ററുടെയോ, ഒരു തിരുമേനിയുടെയോ, ഒരു സുവിശേഷ സംഘടനയുടെയോ കുറ്റം പറയരുത്. പ്രിയമുള്ളവരെ, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അനേക കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത്. അനേക സുവിശേഷകരെയും അച്ഛന്മാരെയും തിരുമേനിമാരെയും കന്യാസികളെയൊക്കെ കുറ്റം പറയും നിങ്ങൾ കേൾക്കരുത്. ദുഷ്ടൽപ്രാടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴി നടക്കരുത്. ഇരിപ്പിടത്തിൽ ഈ പരിഹസിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ പരിഹസിക്കരുത് സുവിശേഷകരെ. നമ്മൾ പോകേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി രാത്രിയും പകലും അധ്വാനിക്കുന്ന ഏത് സഭയായിക്കോട്ടെ പ്രിയമുള്ളവരെ, അനേക സുവിശേഷകരെ കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിക്കരുത്, അത് കേൾക്കരുത്. കുറ്റം പറയുന്നത് കേൾക്കുന്നത് തന്നെ പാപമാണ് പ്രിയമുള്ളവരെ. കഴിയുമെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ ഒരു ആത്മാക്കളെയാണ് സുവിശേഷകർ ദൈവത്തിന് വേണ്ടി കൊയ്തെടുക്കുന്നത്. അപ്പം നമ്മളെ കൊടുക്കുക, ദൈവം പ്രസാദിക്കും. നമ്മളെ കൊടുത്താൽ നമുക്കുള്ളത് കൊടുക്കണം. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല പ്രിയമുള്ളവരെ. നമുക്കുള്ള സമ്പത്തിൻ്റെ ഒരു വീതം നിങ്ങൾ കണക്കെഴുതി മാറ്റിവെക്കുക. എൻ്റെ മോള് 4 സുവിശേഷകരെ അവളുടെ ചിലവിൽ അയച്ചിട്ടുണ്ട്. കേരളത്തിൽ 3 മിഷണറിമാരെ എൻ്റെ മോളുടെ ചിലവിൽ അയച്ചിട്ടുണ്ട്. ഒരു സുവിശേഷകനെ ഒരിക്കൽ പോലും യേശു ആരാണെന്നറിയാത്തിടത്ത് പോയി സുവിശേഷം അറിയിക്കുന്നൊരു മിഷണറിയെ എൻ്റെ മോളുടെ ചിലവിൽ അയച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അനേകം പേരെ യേശുക്രിസ്തുവിനെ നേടുകയാണ്. ഞാൻ ഓർക്കുകയാണ്, കത്തോലിക്ക സഭയിൽ 16,000 സുവിശേഷകരെ പറഞ്ഞയച്ചിട്ടുണ്ട്. മർത്തോമാ സഭയിൽ 1000കണക്കിന് സുവിശേഷകരെ പറഞ്ഞയച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടവകയിൽ നിന്ന്, നമ്മുടെ ദേശത്തു നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു മിഷണറി അയക്കാൻ ഇപ്പോൾ ദൈവം തന്നിട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ. അവർ പോയി സുവിശേഷം അറിയിച്ച് അനേകം പേര് നേടുമ്പോൾ അത് സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമാണ്. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രൻ ദൈവദൂതന്മാരും ഭാഗേറ്റു പറയും. ഇവിടെ ധ്യാനത്തിന് വന്ന സഹായം ചോദിക്കാൻ വന്ന ചെല്ലമ്മയോട് സിസ്റ്റർ സൂസന്ന പറഞ്ഞു, യേശുവിൽ വിശ്വസിക്കുക. പ്രിയമുള്ള ചെല്ലമ്മ ഹിന്ദു സ്ത്രീയാണ്. അവളുടെ അവക്കടെ ഒരേ ഒരു മോൻ മദ്യപാനിയാണ്. മോൾക്ക് മക്കളില്ല. ചെല്ലമ്മ ഇവിടെ വന്ന് 5 ദിവസത്തെ ധ്യാനം കൂടി. യേശുവിനെ വിശ്വസിച്ചു, യേശുവിനോട് പ്രാർത്ഥിച്ചു, 2 വിശുദ്ധ കുർബാന ഏറ്റുകഴിച്ചു. നിങ്ങൾ കേൾക്കണോ, ചെല്ലമ്മയുടെ മകൻ്റെ മദ്യപാനം യേശു മാറ്റിക്കൊടുത്തു. ചെല്ലമ്മയുടെ മകൾക്ക് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ചെല്ലമ്മ കാണുന്നതോടൊക്കെ പറയും, യേശു എൻ്റെ ദൈവമാണെന്ന്. ഞങ്ങൾ ആ ചെല്ലമ്മയെ മതം മാറ്റിയിട്ടൊന്നുമില്ല, ചെല്ലമ്മയെ പേര് മാറ്റിയിട്ടൊന്നുമില്ല. ചെല്ലമ്മ കൈയടിച്ച് പാടുമ്പോൾ വന്നിട്ട്, എൻ്റെ യേശു എനിക്ക് നല്ലവൻ. ആ സിസ്റ്റർ സൂസന്ന
ആ സഹോദരിയോട് യേശുവിനെ കുറിച്ച് പറയാൻ തയ്യാറായതുകൊണ്ടാണല്ലേ ഒരു ധ്യാനം കൂടാനിടയായത്. കോതമംഗലം ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരാളെ നിങ്ങൾക്ക് പറഞ്ഞയക്കാൻ കഴിയുമോ? ജാതിയോ മതമോ നോക്കരുത് പ്രിയമുള്ളവരെ. രഞ്ജിനി എന്ന് പറയുന്ന സഹോദരി ഇവിടെ ധ്യാനം കൂടാൻ വന്നതാ, സഹായം മേടിക്കാൻ. ഇന്ന് അവരെല്ലാവരും യേശുവിൻ്റെ മക്കളായി മാറി. ദേവകി ഇവിടെ സഹായം മേടിക്കാൻ വന്നതാ. ദേവകി ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ ദേവകിക്ക് യേശു സൗഖ്യം കൊടുത്തു. ഇന്ന് ദേവകി ഓരോ വീടും കയറിയിറങ്ങി സുവിശേഷം അറിയിക്കുകയാണ്. ദേവകി മുഖാന്തരം അനേകം മുസ്ലിങ്ങൾ ഇവിടെ വന്ന്, ഞങ്ങൾ പേര് മാറ്റിയിട്ടൊന്നുമില്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ മതം മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ മുസ്ലിങ്ങളോട് വന്ന് കൈയടിച്ച് എൻ്റെ യേശു എനിക്ക് നല്ലവനാണെന്ന് പാടുന്നത് ഞങ്ങൾ ഈ ചെവി കൊണ്ട് കേൾക്കുന്നതാണ് പ്രിയമുള്ളവരെ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ഇത് സകല ജാതികൾക്കും ഒരുക്കിയ രക്ഷയാണ്. ക്രിസ്തുമസിൻ്റെ സന്ദേശം ഇത് സമാധാനം നൽകുന്ന സന്ദേശമാണ്. ഇത് സന്തോഷം നൽകുന്ന സന്ദേശമാണ്. ഇത് ഭയം മാറ്റുന്ന സന്ദേശമാണ്. ഈ ക്രിസ്തുമസ് സന്ദേശം സകല ജാതികൾക്കും ഒരുക്കിയ രക്ഷയാണ് ഈ സന്ദേശം. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷമാണ് ഈ സന്ദേശം. ഈ വർഷത്തെ ക്രിസ്തുമസിന് നമുക്കൊരു തീരുമാനമെടുക്കാം പ്രിയമുള്ളവരെ. സെൻറ്റ് ജോൺസ് മിഷൻ ദൈവം സഹായിച്ചാൽ ഡിസംബർ 24 1000 കുടുംബത്തോട് സുവിശേഷം അറിയിക്കുകയാണ്. പ്രിയമുള്ളവർ, കിടപ്പ് രോഗികളുടെ അടുക്കൽ പോയി നമ്മൾ സുവിശേഷം അറിയിക്കുകയാണ്. പ്രിയമുള്ള, തിങ്കളാഴ്ച ഞങ്ങൾ വീടുകൾ കയറി, ചൊവ്വാഴ്ച ആശുപത്രിയിൽ സന്ദർശിച്ച്, അതുപോലെ തന്നെ പാലിയേറ്റീവ് യൂണിറ്റിലൂടെ അനേകരെ ക്രിസ്തുവിനെ നേടുവാൻ രാപകൽ അധ്വാനിക്കുന്ന ഒരു കൂട്ടം മിഷണറിമാർ സെൻറ്റ് ജോൺസിലുണ്ട്. സോഷ്യൽ വർക്കേഴ്സുണ്ട്, പ്രയർ അംഗങ്ങളുണ്ട്, കോർഡിനേറ്റേഴ്സുണ്ട്, അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഞങ്ങൾ കാൽവറിയിലെ ക്രൂശ് ഉയർത്തുകയാണ്. നിങ്ങൾക്കും ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം, ഈ വചനം നിങ്ങളിലെത്തിക്കുവാൻ സഹായിച്ച ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇന്ന് റെക്കോർഡ് ചെയ്ത പ്രിയ മകനെയും കുടുംബമായി നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പാട്ടുപാടിയ പ്രിയ മകനെയും ഇതിന് ആശീർവാദം പറയുന്ന അച്ഛനെയും ആമുഖ സന്ദേശം നൽകിയ അച്ഛനെയും എല്ലാം ഇപ്പോൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം. കർത്താവേ, 2024 ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ദൈവമേ, കേട്ട വചനം അനേകരുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ ആമുഖ സന്ദേശം നൽകിയ അച്ഛനെ അനുഗ്രഹിക്കണമേ. കർത്താവേ, സെൻറ്റ് ജോൺസ് മിഷൻ്റെ എല്ലാ പ്രവർത്തനത്തെയും പ്രവർത്തകരെ അനുഗ്രഹിക്കണമേ. റെക്കോർഡ് ചെയ്ത മകനെ കുടുംബമായി അനുഗ്രഹിക്കണമേ. പാടിയ മകനെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ലോകത്തിലുള്ള മുഴുവൻ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ. കടഭാരം നീക്കി അനുഗ്രഹിക്കണമേ. മക്കളെ കർത്താവെ വളരെ പ്രതീക്ഷയോടെ വളർത്തിയെടുത്തു. അനേക മക്കൾ കർത്താവെ തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിൽ ശൗൽ പൗലോസ് ആയതുപോലെ മക്കളെ മടക്കി വരുത്തണമേ. PR കൊടുത്ത് അനുഗ്രഹിക്കണമേ. ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ബിസിനസ്സിനെ അനുഗ്രഹമാക്കണമേ. അപ്പാ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഇന്നും എന്നാളും നിങ്ങളെല്ലാവരോടുകൂടെയും നിങ്ങൾ വിട്ടുവന്ന ഭവനങ്ങളോടുകൂടെയും ഈ പ്രസ്ഥാനത്തോടും ഇതിൽ പ്രവർത്തിക്കുന്നവരോടും നാം എല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.